കഥയല്ലിതു ജീവിതം. നമസ്കാരം. കഥയല്ലത് ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടി വിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ മമ്മൂട്ടി, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി രജനി, സാമൂഹ്യ പ്രവർത്തക ശ്രീമതി കലാശിബു. എല്ലാവർക്കും സ്വാഗതം. കഥയല്ലിതു ജീവിതം. അപ്പോൾ നിങ്ങളെ ഭാര്യയും കൂടെ വിളിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാര്യ ഇതറിഞ്ഞില്ല നീ കേസ് കൊടുത്തത്. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ അണ്ണൻ പറഞ്ഞു നീ വിളിക്കണ്ട, ഞാൻ വിളിക്കാമെന്ന്. എൻ്റെ അണ്ണൻ വിളിച്ചു. എൻ്റെ അണ്ണൻ അവളെ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു മാമ ഇന്നോലെ ഒരു കട്ട സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ നാളെയാണ് കേസെന്ന് പറഞ്ഞു. അപ്പോഴിവർ വരില്ല, ഇവർ വരില്ലെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ അണ്ണനും കൂടെ അവിടെ സ്റ്റേഷനിൽ പോയി ഇരുന്നു. കുറേ നേരം ഇരുന്നിട്ടും ഈ രണ്ടുപേരും വന്നിട്ടില്ല. ഇവളും വന്നിട്ടില്ല, ഇവളച്ഛനും പിന്നെ ഈ പയ്യനും വന്നിട്ടില്ല. വരാമെന്ന് പറഞ്ഞതാണ് ആ പയ്യൻ. പോലീസ് വിളിച്ച് പറയാണ്, എന്നിട്ട് പറയണേ വരാം. ഞങ്ങൾ അവിടെ ചെന്നിരുന്നിട്ട് അവൻ വന്നിട്ടില്ല, ഇവരും വന്നിട്ടില്ല. ഞങ്ങളുടെ എസ് ഐ കുറേ നേരം ഇരുന്നിട്ട് പറഞ്ഞു നിങ്ങൾ പോകാൻ പറഞ്ഞു, ഞങ്ങളിനി വിളിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവളെ അച്ഛൻ്റെ നമ്പർ അവിടെ കൊടുത്തു. അവളെ അച്ഛൻ്റെ നമ്പർ കൊടുത്തിട്ട് ഞങ്ങളിങ്ങനെ പോകുന്നു. എന്നിട്ട് വേറൊരു ദിവസം ഞങ്ങളെ വിളിച്ചു, ഇവരെയും വിളിച്ചു. കട്ട എസ് ഐ വിളിച്ചിട്ട് പറഞ്ഞു, ഇവരെയും വിളിച്ചു, ഞങ്ങളെയും വിളിച്ചിട്ട് ഇവള് സ്റ്റേഷനിൽ വന്ന് നിന്നിട്ട് കുറേ കള്ളത്തനങ്ങൾ പറഞ്ഞു. മേഡം മുഖത്ത് നോക്കിക്കൊണ്ട് നല്ല രീതിയിൽ കള്ളത്തനങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവള് പറഞ്ഞു ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയിലാണെന്ന് പറഞ്ഞു. ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയിലാണെങ്കിൽ ഞാൻ ഒരൊറ്റ കാര്യമേ ഇവളോട് ചോദിക്കുന്നു, ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയിലാണെങ്കിൽ എന്തുകൊണ്ടും മേഡം സ്വന്തം ഭർത്താവ് അറിയാത്ത എന്ത് ഫ്രണ്ട്ഷിപ്പ് സാറേ? ഒരു പെണ്ണിനൊരു ഫ്രണ്ട്ഷിപ്പ്, ഒരാണൊരു ഫ്രണ്ട്ഷിപ്പ് വരുമ്പോൾ സ്വന്തം ഭർത്താവ് ഉണ്ടെങ്കിൽ ആ ഭർത്താവ് അറിയണ്ടേ? ഇവള് പറയണ ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയിലാണ് വിളിച്ചത്. അതിനു മുമ്പേ ഞാൻ ഇവളെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അറിഞ്ഞു മേഡം. അതിനു മുമ്പേ അവൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഞാൻ അറിഞ്ഞു. അവൻ തന്നെ പറഞ്ഞു, ഞാൻ അറിഞ്ഞു. അവൻ വേറെ ആളുടെ പറഞ്ഞു, അതെല്ലാം ഞാൻ അറിഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് 5 മാസത്തെ കോൾ ലിസ്റ്റ് വേണമെന്ന് പറഞ്ഞു. 5 മാസത്തെ കോൾ ലിസ്റ്റ് എനിക്ക് വേണമെന്ന് എസ് ഐ സാറിൻ്റെ പറഞ്ഞു. അപ്പോൾ ഇവളെ അച്ഛനും ഇവളെ അമ്മ, ഞാനും എൻ്റെ ചേട്ടനും. ഞാൻ പറഞ്ഞു സാറേ 5 മാസത്തെ കോൾ ലിസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അവരെടുക്കാമെന്ന് പറഞ്ഞു. എടുത്തിട്ട് ഇനി വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എൻ്റെ മോനെ ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. എൻ്റെ അമ്മൂമ്മയ്ക്ക് 80 വയസ്സായി, അവരാണ് അവനെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ അമ്മൂമ്മയ്ക്കൊന്ന് കാണാൻ വേണ്ടി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എസ് ഐ സാർ പറഞ്ഞു അവരോട് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ചെന്ന് അവളെ അച്ഛനോട് ചോദിച്ചു, മാമ പിള്ളേ ഞാൻ വീട്ടിൽ കൊണ്ടുപോട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇന്ന് ഞങ്ങൾ കൊണ്ടുവന്നില്ലേ, നാളെ നിങ്ങൾ വീട്ടിൽ വരികയെന്ന് പറഞ്ഞു. പോയെന്ന് പറഞ്ഞു. ഞങ്ങളിഞ്ഞ് പോന്നു. പിറ്റേന്ന് ഞായറാഴ്ച ദിവസമാണ്, ശനിയാഴ്ച ദിവസമാണ് ഈ സംഭവം. ഞായറാഴ്ച ദിവസം വൈകുന്നേരം ഞാനും എൻ്റെ അണ്ണനും കൂടെ അവളെ വീട്ടിൽ പോയി. അവളെ വീട്ടിൽ ചെന്ന് കയറിയപ്പം മേഡം വീട്ടിൽ റോഡിൽ നിന്നുകൊണ്ട് ഞാൻ ഇവിടെ അച്ഛനെ വിളിച്ചു. അച്ഛനെ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല. ആദ്യം വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, രണ്ടാമത് വിളിച്ചു. അപ്പോഴവളെ അമ്മ ഫോൺ എടുത്തു. അവളെ അമ്മ ഫോൺ എടുത്തിട്ട് ഹലോ ആരെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സുഭാഷാണ്. മകളെ എന്തോ മകളെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിള്ളേ എടുക്കാൻ വേണ്ടി വന്നത്, മാമ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു മാമൻ ഉറങ്ങുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വിളിക്കാൻ പറഞ്ഞു. അവർ വിളിച്ചിട്ട് എണീറ്റില്ല. ഞാൻ പോയി വിളിച്ചുണർത്തിയപ്പോഴും മേഡം ഫുൾ ഫിറ്റാണ്, ഫുൾ ഫിറ്റ്, എണീക്കാൻ പോലും വയ്യ. വന്ന് എണീറ്റ് നിന്നിട്ട് വെളിയിറങ്ങി നിന്നിട്ട് എന്നെ നോക്കി. ഞാൻ പറഞ്ഞു മാമ പിള്ളയെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്, പിള്ളയൊന്നും തരൂല പറഞ്ഞിട്ട് കുറേ ചീത്ത വിളി എല്ലാം കേട്ടു മേഡം. ഞാനും എൻ്റെ അണ്ണനും കൂടെ നിന്ന് കേട്ടു. എന്നിട്ട് ചീത്ത വിളിച്ചിട്ട് ഇവർ അടിക്കാനാണെന്ന് തോന്നുന്നു. ഒരു 6-7 പേര് വന്നു, റോഡിൽ വന്ന് നിന്നിട്ട് അപ്പോൾ ആൾക്കാർ അവരുടെ ബന്ധുക്കളെല്ലാം കൂടി നിന്നിട്ട് അവർ പറയാണ് അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അനാവശ്യമായിട്ടൊക്കെ കാര്യങ്ങളാണ്. നിങ്ങൾ ഇതിന്റെ പേരിലാണ് ഭാര്യ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയത്. ഇപ്പൊ എത്രയായി പോയിട്ട്? ഇപ്പം 8 മാസമായി. 8 മാസമായി കുട്ടിയെ കൊണ്ടുപോയത്. ഈ ഒരു കുട്ടിയേ ഉള്ളൂ, പിന്നെ കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല.
അത് മാഡത്തിൻ്റെ കൂടെ പിന്നീട് സംസാരിക്കാനുണ്ട്. നിങ്ങൾ ചോദിച്ചോ ആ കുട്ടിയോട് എന്തെങ്കിലും സത്യമുണ്ടോ ഈ പറയുന്നതിലെന്ന്? ഇവള് ഞാൻ അതല്ലേ മാഡം പറഞ്ഞത്, ഇവള് പറയുന്നതെല്ലാം കള്ളത്തനമാണ്. ഇവളല്ലെങ്കിൽ ഇത്രയും തെറ്റ് ഇവളെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ട് ഇവൾ എൻ്റെ കൂടെ ഒരു വാക്ക് പറയുന്നു മാഡം. ചെയ്തിട്ട് തെറ്റ് എങ്ങനെ പറയും? അതാണ് പറയുന്നത്. പറയാൻ കൊള്ളാവുന്ന തെറ്റാണോ ഈ ചെയ്തിട്ടുള്ളത്? മാഡം ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ മാഡം, ഇത്രയും നല്ല രീതിയിൽ നോക്കി, ഇത്രയും നല്ല രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്ന് ആരോടെ വന്ന് മാഡം വന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല സുഭാഷ്. നിങ്ങൾ ഭാര്യയോട് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഈ കേട്ടേലും പറഞ്ഞേലും വല്ല സത്യം വിളിച്ചാൽ അവരുടെ മുമ്പിൽ വെച്ച് തന്നെയാണ്? ഞാൻ ചോദിച്ചു. അപ്പോൾ അവൾ തർക്കിക്കുന്നു ഇല്ലെന്ന്. ഞാൻ പറഞ്ഞു എങ്കിൽ അവ അനാവശ്യം പറയുന്നു, നീ അവൻ്റെ പേരിന് ഒരു വനിതാ കമ്മീഷനിൽ കേസ് കൊടുക്കാൻ പറഞ്ഞു. മാഡം ഞാൻ പറയുന്നത് വനിതാ കമ്മീഷനിൽ ഒരു കേസ് കൊടു, എൻ്റെ കൂടെ പറഞ്ഞ് അവൻ പറഞ്ഞതായിട്ടുള്ള സാക്ഷിയും കൊണ്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. എൻ്റെ പേരിന് നീ കൊടുത്താലും മതി വനിതാ കമ്മീഷൻ, ഞാൻ ആളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ പറഞ്ഞ ആളുണ്ടല്ലോ മാഡം, അവരെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം, അവർ വരുമല്ലോ. അപ്പോൾ ഇവൾക്ക് അത് പറ്റൂല, ഇവൾക്ക് അത് കൊടുക്കാൻ മടിയാ. ഞാൻ ഇപ്പോഴും പറയുന്നു അവൾ കേസ് കൊടുക്കട്ടെ, എൻ്റെ കൂടെ പറഞ്ഞ ആളെ ഞാൻ പറഞ്ഞു കൊടുക്കാം. എന്തിനാണ് പറഞ്ഞു തന്നിട്ടുള്ളതെന്ന് എൻ്റെ കൂടെ പറഞ്ഞു തന്നെ ഇഷ്ടം പോലെ ഇവർ പറഞ്ഞു തന്നിട്ടുണ്ട് മാഡം. ഇവള് കള്ളത്തനം കാണിച്ചതാ മാഡം, ഒരുപാട് കള്ളത്തനം കാണിച്ചിട്ടുണ്ട്. ഇവള് കറണ്ട് ബില്ല് അടയ്ക്കുന്നിടത്ത് എവളും അവനുമായിട്ടിരിക്കുന്ന ആളുകൾ കണ്ടു. എൻ്റെ വീട്ടിൻ്റെ കുറച്ച് താഴെ ഒരു ക്ഷേത്രമുണ്ട്, കൊമ്പാടികൾ ക്ഷേത്രം എന്ന് പറയുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് അവൻ്റെ വണ്ടി കയറി പോണത് കണ്ടിട്ടുണ്ട് മാഡം. പറഞ്ഞുതരാം. ഇല്ല, വണ്ടി കയറി പോകുന്നതോ ഒരാളെ കാണുന്നതോ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് ഭർത്താവിൽ നിന്ന് മറച്ചു പിടിക്കുന്ന സമയത്ത് അതിലെന്തൊരു ദുരൂഹത നമുക്ക് ഫീൽ ചെയ്യും. അതാണ് സംഭവം. സാർ മാഡം, ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇവൻ എൻ്റെ വീട്ടിൽ വരുന്ന പയ്യനാണ്. ഈ വരുന്ന പയ്യനോട് എന്താ മാഡം ഈ നമ്മളിൽ നിന്ന് ഒളിച്ചിരുന്ന് സംസാരിക്കാനുള്ളത്? ഞാനും എൻ്റെ അമ്മൂമ്മയുണ്ട്. ഞങ്ങളെ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്താണ് ഇവൾ ഫോൺ വിളിക്കുന്നത്. ഞങ്ങളാരും ഉണ്ടായിരുന്ന സമയത്ത് ഒരു കോൾ പോലും ഇവൾ വിളിച്ചിട്ടില്ല. ഞങ്ങളാരും ഇല്ലാത്ത സമയത്താണ് ഇവൾ ഫോൺ വിളിക്കുന്നത്. ഒരു കോൾ ഞങ്ങളുള്ള സമയത്ത് വിളിച്ചില്ല. അപ്പോൾ കോൾ ലിസ്റ്റിൽ പേരുണ്ട്. അവൻ്റെ നമ്പറിലാണ് ഇവൾ വിളിച്ചിരിക്കുന്നത്. പോലീസുകാരെടുത്തു. പോലീസുകാർ കണ്ടിട്ട് പറഞ്ഞു 5 മാസം കൊണ്ട് 4-5 മാസം കൊണ്ട് വിളിയുണ്ട്, രാത്രി വരെ വിളിയുണ്ട്. സുഭാഷിന്റെ വീട്ടിൽ അമ്മൂമ്മ ഉണ്ടെന്നല്ലേ? അമ്മൂമ്മയും എങ്ങോട്ടെങ്കിലും പോകും മാഡം. അമ്മൂമ്മയ്ക്ക് താഴെ ഒരു ചെറിയൊരു എന്താണെന്നറിയാമോ, സുഭാഷ് പറഞ്ഞില്ലേ സുഭാഷ് ഇല്ലാത്ത സമയത്ത് ഈ ആള് വീട്ടിൽ വരുമായിരുന്നു പറഞ്ഞില്ലേ? അപ്പൊ ഈ 2 വ്യക്തികൾ അവിടെ ഇല്ലേ മാഡം? ഞാൻ പറഞ്ഞ കേൾക്കാം. എൻ്റെ അമ്മൂമ്മയ്ക്ക് ചാനൻ്റെ കരയിലായിട്ട് ചെറിയൊരു വീടുണ്ട്. അമ്മൂമ്മ രാവിലെ പോവും, രാവിലെ കാപ്പി കുടിച്ചിട്ട് പോകും. എന്നിട്ട് അവിടെ ചെന്ന് കഞ്ഞിയൊക്കെ വെച്ച് അവളുടെ ചോദിക്കുമ്പോൾ തന്നെ അവൾ പറഞ്ഞു തരും അവിടെ ഒരു വീടുണ്ട് പോകുമെന്ന്. അവിടെ പോയി ഇരുന്നിട്ട് അമ്മൂമ്മ വൈകുന്നേരം വരുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ എന്ന് പറയുമ്പം ഒരു പശുവുണ്ട് നമുക്ക്. ആ പശുവിന് ഒതോല് പറിക്കാൻ അമ്മ പോവും, അല്ല ഇവളെ കൊണ്ടുപോകില്ല, കൊച്ചുള്ളതുകൊണ്ട് ഇവളെ കൊണ്ടുപോകില്ല. ആ സമയത്തൊക്കെയാണ് ഇവൾ വിളിക്കുന്നത്. വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്തൊക്കെയാണ് ഇവർ വിളിക്കുന്നില്ല. വരുമായിരുന്നു എന്ന് പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചു. വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംശയമില്ലല്ലോ മാഡം. ഇപ്പം എന്നെ പോലെയാണ് എൻ്റെ അമ്മ അവനെയും കണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു ചിന്ത അവനും അവൾക്കും ഉള്ള നമുക്കറിയില്ലായിരുന്നു. നമ്മളെ വീട്ടിൽ വന്നിരിക്കും, കാര്യങ്ങൾ പറയും. വൈകുന്നേരം 8 മണി വരെ ഞാൻ വരുമ്പോൾ വന്നിരിക്കും, കാര്യങ്ങൾ പറയും, പോവും. എന്തോന്ന് വീട്ടിൽ എന്തെങ്കിലും ആഹാരങ്ങളുണ്ടാക്കി അവരെ കൊടുക്കും. അത്രയ്ക്ക് സ്നേഹമായിരുന്നു അവനുമായിട്ട്. പക്ഷെ ഈ ഒരു ചതി ഇവർക്ക് 2 പേർക്കേ അറിയാവുള്ളായിരുന്നു, ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഒരിക്കലും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് അറിഞ്ഞിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ഇതിനൊക്കെ അവന് അടിക്കണമെന്നുണ്ടെങ്കിൽ അടി കൊടുക്കാം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് റെഡിയാക്കായിരുന്നു. പക്ഷേ അതെല്ലാം കഴിഞ്ഞു പോയി. എന്ന് പറഞ്ഞാൽ 5 മാസം കൊണ്ട് അല്ലെങ്കിൽ എവൾക്ക് പറയാമായിരുന്നല്ലോ മാഡം ഒരു ദിവസം എന്നെ വിളിച്ച് ശല്യം ചെയ്യുകയാണെന്ന്. അനാവശ്യമായിട്ട് പറയുകയാണെങ്കിൽ എവൾക്ക് എന്നോട് പറയാം, ചേട്ടാ എന്നെ വിളിച്ച് അനാവശ്യം പറയുന്നത് ചെയ്യാം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതേ ഉള്ളൂ സുഭാഷ്. ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാനൊരു സാധനം ഇമാജിൻ ചെയ്ത് ഞാൻ ഒരാളോട് ഭർത്താവിനോട് പറയില്ലല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇത് നിങ്ങളുടെ ഇമാജിനേഷൻ ആണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല മാഡം. അവയെല്ലാം നിങ്ങളുടെ ഏട്ടൻ പറഞ്ഞ ഒരു കാര്യം മാത്രം. ഇല്ല അവൻ നാട്ടിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നല്ലോ. നിങ്ങളുടെ ഭാര്യയായിട്ട് അയാൾക്ക് ബന്ധമുണ്ടെന്ന് അയാൾ ഡയറക്റ്റ് ഇയാളുടെ പറഞ്ഞോ? അയാൾ ഒളിവിലല്ലേ മാഡം? ഇതുവരെ ഒരു ദിവസം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ഈ കാട്ടടക്കൊടുത്ത സ്റ്റേഷനിലെ പരാതി ഉണ്ടല്ലോ മാഡം, ഒരു കാര്യം, ഈ കാട്ടടക്കൊടുത്ത സ്റ്റേഷനിലെ പരാതി കോൾ ലിസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് ഞങ്ങളെ വിളിക്കില്ല.
ഈ കോൾ ലിസ്റ്റ് എടുത്തിട്ട് ഞങ്ങളെ വിളിക്കില്ല. ഞാൻ പോയി കോൾ ലിസ്റ്റ് എനിക്ക് പോലീസ് സാറ് കാണിച്ചു തന്നു. 5 മാസം കൊണ്ട് വിളിയുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ SI സാർ പറഞ്ഞു എന്തുണ്ടാ ഇനി വിളിക്കുന്നത്, ഇനി നിനക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ചെയ്യാനൊന്നും പോകണ്ട, വേണ്ടെന്നുണ്ടെങ്കിൽ കേസ് കോടതിപരമായിട്ട് പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ഒരൊറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ, ഇവളെ അച്ഛനും ഇവളെ അമ്മയ്ക്കൊക്കെ ഇവരെ മോളെ നല്ല വിശ്വാസമാണ്, ഇവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അവരെ ഒന്ന് കാണണം, ഈ കോൾ ലിസ്റ്റ് എത്ര മാസം കൊണ്ട് വിളിച്ചിട്ടുണ്ടെന്ന് അവർ കാണണം. എനിക്കത്രേ ഉള്ളൂ. എനിക്കറിയാമല്ലോ അവർ വിളിച്ചിട്ടുണ്ടെന്ന് ആ സാറിൻ്റെ കൂടെ പറഞ്ഞല്ലോ. അപ്പോൾ SI സാർ പോലീസ് സാറിൻ്റെ പറഞ്ഞു വിളിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവളെ അച്ഛനെ വിളിക്കാൻ വേണ്ടി നമ്പർ വരെ ഞാൻ മെസ്സേജ് അയച്ചു കൊടുത്തു സാറേ. ആ പോലീസ് സാറിന് ഞാൻ നമ്പർ വരെ മെസ്സേജ് അയച്ചു കൊടുത്തു. എന്നോട് പറഞ്ഞു സുഭാഷ് അവരെ വിളിക്കാൻ നമ്പറൊന്നുമില്ല, നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ ആ നമ്പർ വരെ എൻ്റെ ഫോണിൽ ഞാൻ മെസ്സേജ് അയച്ചു കൊടുത്താൽ ഇപ്പോഴും എൻ്റെ ഫോണിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ആയിക്കോട്ടെ. എന്നിട്ട് ആ നമ്പറിൽ വിളിച്ചിട്ട് വിളിക്കില്ല. പിന്നീട് എൻ്റെ കേസൊന്നും ആവാത്തത് കൊണ്ട് ഞാനിങ്ങനെ പാർട്ടിയിൽ പ്രവർത്തനമാണ്. അപ്പോഴേ കേസൊന്നും ആവാത്തത് കൊണ്ട് ഞാൻ എൻ്റെ പ്രവർത്തകരോട് പറഞ്ഞു എൻ്റെ കേസ് സ്റ്റേഷനിൽ നിന്നൊന്നും ആയിട്ടില്ല, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. പോയി അന്വേഷിച്ചപ്പോൾ എൻ്റെ കേസ് കൊടുത്തത് അവിടെ ഇല്ല. ഞാൻ കേസ് കൊടുത്തത് അവിടെ ഇല്ല. അതെന്തായിരുന്നാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഊഹം എന്താണ്? ആ കേസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി കാണാനില്ല. അതെങ്ങനെ കാണാതെ? അതാണ് മാഡം എനിക്കും അറിയില്ലാത്തത്. വസിക്കുന്നിതെന്നും എന്താണ് ചെയ്യേണ്ടതെന്ന് അമ്മ കാട്ടിത്തരും നമുക്കുള്ളിൽ. ശരണാഗതിയും എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10:30 ആത്മീയ വഴിയിൽ ഒരു ലോകസഞ്ചാരം അമ്മയോടൊപ്പം. സെപ്റ്റംബർ 17-ാം തീയതിയാണ് പരാതി കൊടുത്തത്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 17-ാം തീയതിയാണ് പരാതി കൊടുത്തത്. അപ്പോൾ പറഞ്ഞ് ആ പരാതി കാണാനില്ല, നിങ്ങളൊരു പരാതി കൂടെ തരണമെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ വിളിച്ചു പറഞ്ഞു ഒരു പരാതി കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മൾ പരാതി കൊടുക്കുമ്പോൾ റെസീറ്റ് തരികയല്ലേ? അത് സാധാരണഗതിയിൽ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് റെസീറ്റ് തരും. ഞങ്ങൾക്ക് അറിയില്ലാത്തത് കൊണ്ട് ആ റെസീറ്റ് വാങ്ങിക്കാൻ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു മാഡം. പിന്നീടാണ് അടുത്ത് രണ്ടാമത് കൊടുത്തല്ലോ മാഡം പരാതി. രണ്ടാമത് പരാതി കൊടുത്തപ്പോൾ റെസീപ്റ്റ് വാങ്ങിച്ചു. അതെൻ്റെ ഉണ്ട്. ഫസ്റ്റത്തെ കേസ് എനിക്ക് അറിയില്ല. ആയിക്കോട്ടെ, ഏതായാലും പരാതി കൊടുത്തു. പരാതി എന്തായിരുന്നു? പരാതി എൻ്റെ ഭാര്യയെ വിളിച്ചു അവൻ ശല്യം ചെയ്യുന്നു, അവനെ വിളിച്ച് മര്യാദ വിലക്കുക എന്ന് പറഞ്ഞാണ് ഫസ്റ്റ് പരാതി കൊടുക്കുന്നത്. ഇവളെ അച്ഛൻ വരെ വന്ന് നിൽക്കുമ്പോൾ SI സാറിനെ കൊണ്ട് ഞാൻ വായിപ്പിച്ച് കേൾപ്പിച്ചതാണ്. ഞാൻ കൊടുത്തിരിക്കുന്ന പരാതി എന്തിനാണെന്ന് അവളെ അച്ഛനും അവളെ അമ്മയും ഇവളും കൂടെ കേൾക്കുകയാണ് ഞാൻ വിളിച്ചു കൊടുത്തു. പക്ഷേ ഇവർ എന്നെ ഒരുപാട് എന്നിട്ട് ഇവ ഒളിച്ചു നിന്ന വീട്ടിൽ പോയി മാഡം. ഇവ ഒളിച്ചു നിന്ന വീട്ടിൽ എൻ്റെ ഭാര്യ പോയി. ഞാൻ കണ്ടതാണ്, വേറെ ആരുമല്ല. ഞാൻ നേരിട്ട് കണ്ടതാണ് ഇവൾ ഇറങ്ങി വരുന്നത്. വീട് നിങ്ങൾക്ക് അറിയാമായിരുന്നു? ഞാൻ പറഞ്ഞേ മാഡം, അവൻ അവിടെ വരും, അവൻ്റെ ഡ്രസ്സൊക്കെ അവിടെ ഉണ്ട്. അവൻ്റെ വീട്ടിലാണ്, സംരക്ഷണയിലാണ് നിന്നത്. ഈ ഞാൻ പറഞ്ഞില്ലേ ഈ പോലീസിൽ സ്റ്റേഷനിൽ നാളെ ഹാജരാകുമെന്ന് വിളിച്ച് പറഞ്ഞില്ലേ, അവൻ്റെ വീട്ടിലാണ് ഇവൻ നിന്നത്. അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾക്കൊരു ലോൺ ഉണ്ടായിരുന്നു, കുറച്ച് കടങ്ങളുള്ളതുകൊണ്ട് കുറേ ഉരുപ്പടിയൊക്കെ പണം ഇരുന്നത് കൊണ്ട് ഒരു 40,000 രൂപ ലോൺ ഉണ്ടായിരുന്നു. അതെടുക്കാൻ വേണ്ടി ഇവളെ പേരിനും എൻ്റെ അമ്മയുടെ പേരിനാണ് ലോൺ എടുക്കുന്നത്. അപ്പോൾ ഇവൾ കാട്ടാക്കട വരണം. കാട്ടാക്കട വന്ന വഴിക്ക് അവിടെ ഇറങ്ങി, ആ വീട്ടിലിറങ്ങി, തൂങ്ങാമ്പറയാണ് ആ വീട്, ഞങ്ങൾ പറഞ്ഞ വഴിക്കാണ്. അവിടെ ഇറങ്ങി അവിടെ നിന്നുകൊണ്ട് അവനെ വിളിച്ചിട്ടുണ്ട് ഫോണിൽ.
അവൻ്റെ ഫോണിൽ ഇവള് വിളിച്ചിട്ടുണ്ട് എൻ്റെ ഭാര്യ. എങ്ങനെ കണ്ടു വിളിച്ച്? ആ പെണ്ണ് എൻ്റെ കൂടെ പറഞ്ഞല്ലേ മാഡം. ആര്? നിങ്ങളുടെ ആ പെങ്കൊച്ച് എൻ്റെ കൂടെ പറഞ്ഞു. ഏത് നിങ്ങളുടെ ഭാര്യയോ? എൻ്റെ ഭാര്യയും പറഞ്ഞിട്ടുണ്ട് അവനെ വിളിച്ചെന്ന്. പിന്നെ ആര് പറഞ്ഞു? എൻ്റെ ഭാര്യ പറഞ്ഞു എൻ്റെ കൂടെ വിളിച്ചെന്ന്, അവനെ വിളിച്ചെന്ന് എൻ്റെ പറഞ്ഞു. പിന്നെ ഞാൻ ഏത് വിളിച്ചു പെൺകുട്ടിയുടെ കാര്യം പറയണേ? നിങ്ങൾ പറയുന്നത് വ്യക്തതയില്ല സുഭാഷേ. വേറെ ഏത് പെങ്കൊച്ച്? വേറെ എന്ന് പറയുമ്പോൾ ഇവള് പോയെന്ന് പറഞ്ഞില്ലേ വീട്ടിൽ, ആ വീട്ടിലെ പെങ്കൊച്ച് പറഞ്ഞു. അവിടെ ചെന്നു ഞാൻ കണ്ടു. 2 ദിവസം അവൾ പോയി. അത് കഴിഞ്ഞിട്ട് ഇവൾ അവിടെ നിന്ന് വന്നിട്ട് ഇവളെ വീട്ടിൽ വന്നതിന് ശേഷം 6 പ്രാവശ്യം എന്തോ അവളെ വീട്ടിൽ വിളിച്ചു. ഇവ ഒളിച്ചു നിൽക്കുന്ന വീട്ടിൽ അവൻ്റെ സംരക്ഷണയിലാണ് മാഡം. അതിൻ്റെ എനിക്ക് ക്ലിയർ ആവുന്നില്ല. അതാണ് ക്ലിയർ ആവുന്നില്ല. ടോട്ടലി യാതൊന്നും ക്ലിയർ ആവുന്നില്ല. അപ്പം ഞാൻ പറയാം, ശരിയാണോ പറയും. നിങ്ങളിപ്പോൾ ഒരു വീട്ടിൽ ആ പെൺകുട്ടി ഇറങ്ങി വരുന്നത് കണ്ടു എന്ന് പറഞ്ഞു അല്ലേ? ആ കണ്ടതിന് ശേഷം അപ്പം തന്നെ നിങ്ങൾ എന്തുകൊണ്ട് ആ ഭാര്യയെ പിടിച്ചിട്ട് ചോദിച്ചില്ല നീ എന്തിനാ അവിടെ പോയി എന്ന്? അപ്പോൾ ഞാൻ ഒളിച്ചു നിന്നേ ഉള്ളൂ. എന്താണെന്നറിയാം മാഡം, ഞാൻ പറഞ്ഞത് ഞാൻ ഒളിച്ചു നിന്ന് ഇവള് ഏക്കുമോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി. ഏക്കുമോ ഇല്ല ഇവളെ സ്റ്റേഷനിൽ വരണമല്ലോ. സ്റ്റേഷനിൽ വരുമ്പോൾ ഇവിടെ കള്ളമാണോ പറയുന്നത് അല്ലയാണോ പറയണതെന്ന് അറിയണമെന്ന് വെച്ചുകൊണ്ട് ഞാൻ നേരിട്ട് കണ്ടല്ലേ മാഡം. അപ്പോൾ സ്റ്റേഷനിൽ വെച്ച് അവിടെ പോയിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. പോയെന്ന് പറഞ്ഞു ഏറ്റു. ഇവൾ ആദ്യം പറഞ്ഞു ഇവളെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞു. ഇവള് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കൊച്ചാണ്. ഒരു 3 വർഷമായിട്ട് ആ പെങ്കൊച്ചായിട്ട് മിണ്ടില്ല ഇവള്. നമ്മളുള്ള ആരുമായിട്ടും അങ്ങനെ മിണ്ടില്ല. ഇവളെങ്ങനെ മേഡം അവളെ കൂട്ടുകാരിയായത്? 3 വർഷം ഇവള് എൻ്റെ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഈ പെങ്കൊച്ച് തൊട്ടടുത്താണ് താമസിക്കുന്നത്. അപ്പോഴും മിണ്ടില്ല ഇവള്, മിണ്ടില്ല. ഇവര് പെൺകൊച്ചാണോ നിങ്ങളോട് പറഞ്ഞ് ഇവിടെ വന്ന് വിളിച്ചിരുന്നു? വിളിച്ചിരുന്നു. വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട്. അപ്പൊ ആ മിണ്ടാത്ത ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എന്തിനാ ഈ കുട്ടി പോയത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അയാളുടെ അവിടാണ് ഒളിച്ചിരുന്നതെന്നും പറയുന്നത്. അവിടെയാണ് ഒളിച്ചിരുന്നത്. അത് ഇതൊക്കെ നിങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാണോ? അല്ല, ആ പെൺകുട്ടിയായിട്ട് യാതൊരു ബന്ധവും ഒരു ഇതും ആ കുട്ടി മിണ്ടാട്ടവും ഇല്ലാന്ന് പറഞ്ഞു. ഇവൾക്കില്ല. ഇല്ല. അങ്ങനെയുള്ള ഒരു പെൺകുട്ടി അല്ല വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ ഭാര്യ നിങ്ങൾ പറയുന്നത് പോലെ ആ കാമുനെ വിളിച്ചു വരുത്തുവോ? വിളിച്ചു. എന്റെ ഭാര്യ അപ്പൊ നിങ്ങൾ ഇവർ തമ്മിൽ ഫ്രണ്ട് അല്ല എന്ന് നിങ്ങൾ വിചാരിച്ചില്ല. അതായത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നിരിക്കണു. ഫ്രണ്ട്ഷിപ്പ് അല്ല കേക്കോ, ആ എയും ബി ആ പെൺകുട്ടിയായിട്ട് നിങ്ങളുടെ ഭാര്യക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ അറിഞ്ഞിട്ടില്ല? ഇല്ല മാഡം, ഇല്ല. ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഭാര്യ ഒരു ചിട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിട്ടി എന്ന് പറയുമ്പോൾ മാസം 500 രൂപ. ഈ ചിട്ടി പൈസ കൊണ്ട് തരണത് വരെ ഈ പെങ്കൊച്ച് തനിക്ക് യാതൊരു തരത്തിലും തനിക്ക് ഒരു ബന്ധമില്ലാത്ത, ഒരു തരത്തിലും ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്ത ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് തൻ്റെ കാമുകനെ വിളിച്ചു വരുത്തുന്ന സമയത്ത് അത് ആ കുട്ടി മറ്റുള്ളവരോട് പറയും എന്നുള്ളത്. പിന്നെ ഒരാളുടെ വീട്ടിൽ നമ്മൾ മറ്റൊരാളെ വരുത്തുന്ന സമയത്ത് വേറൊരാൾ വന്നു ഒരു കാണാനുള്ള റോണ്ടുവോ ഉണ്ടാക്കുന്ന സമയത്ത് ആ വീട്ടിലുള്ള ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ പറ്റില്ലല്ലോ. അത് തന്നെയാണ് മേഡം. മറ്റവൻ അവളെ വീട്ടിലാണെന്ന് ഇവൾക്കറിയാം. അവളെ ഭർത്താവ് യവനുമായിട്ടാണ് ഇനി കോണ്ടാക്ട് ആവുള്ളൂ എന്നറിയാം. നമ്മൾ ആരുമായിട്ട് മിണ്ടില്ല എന്നറിയാം. ഈ പെൺകുട്ടി കല്യാണം കഴിച്ചതാണ്. ആയിക്കോട്ടെ. അപ്പൊ അവളുടെ ഭർത്താവ്, ആ കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ ഭർത്താവാണ് ഇയാളെ സംരക്ഷിക്കുന്നത്. കറക്റ്റാണ്. തമാശയുടെ തൃശൂർ പൂരത്തിന് അരങ്ങൊരുങ്ങുന്നു. ഹാസ്യോത്സവ ആഘോഷത്തിന് മേളക്കൊഴുപ്പുമായി അവരെത്തുന്നു. കോമഡിയുടെ കമ്പക്കെട്ടുമായി നെൽസൺ, ചിരിയുടെ മാലപ്പടക്കവുമായി ഉല്ലാസ് പന്തളം, തമാശയുടെ കുടമാറ്റവുമായി ബിനു അടിമാലി. അല്ല, അപ്പൊ ഇതിന്റെ ആങ്കർ ഞാനാന്ന് പറയണ്ടേ? അതെ, ഒപ്പം അവതാരകയായി മിനി സ്ക്രീൻ രാജകുമാരി അശ്വതിയും. കോമഡി രാജാക്കന്മാരോടൊപ്പം മിനി സ്ക്രീനിൽ ആദ്യമായി പ്രേക്ഷക പങ്കാളിത്തവും കൂടിച്ചേരുന്ന കോമഡി ഷോ. തമാശയുടെ പുതുപുത്തൻ മസാലക്കൂട്ടുമായി കോമഡി മസാല. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 8 മണിക്ക്. അപ്പോഴും നിങ്ങൾക്ക് ഭാര്യ സംശയമില്ലേ? എന്തിനും മേഡം സംശയിക്കുന്നത്? അപ്പോഴും എനിക്ക് ജീവന തുല്യം സ്നേഹിച്ച ഭാര്യ ഇത്രയും നാളും ജീവന തുല്യമായിരുന്നു മേഡം. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ മോനെ കരുതി, മോനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനായിരുന്നു മേഡം. ആ പാടെ 2 വയസ്സ്. 2 വയസ്സെന്ന് പറയുമ്പോൾ 2 വയസ്സ് കഴിഞ്ഞു. 1.5 വയസ്സായപ്പോഴും എൻ്റെ മോൻ എന്നെ അച്ചാന്ന് വിളിച്ചതാണ്. അച്ചാന്നല്ല വിളിക്കുന്നത്, എൻ്റെ പേരാണ് വിളിക്കുന്നത്. സുഭാഷ് എന്നാണ് വിളിക്കുന്നത്. അത്രയും പൊന്നുപോലെ നോക്കിയ മോനെ കളഞ്ഞിട്ട് പോയി മേഡം.
അവിടെ എനിക്ക് ക്യാമറ മുമ്പ് നിന്ന് സംസാരിക്കാൻ എനിക്ക് വല്ല ഒറ്റയ്ക്ക് സംസാരിക്കണം കുറച്ച് കാര്യം. ആയിക്കോട്ടെ, അപ്പം നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് ഈ അദ്ദേഹത്തിന് എന്തോ പേഴ്സണലായിട്ട് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ, കഥയില്ലത് ജീവിതം, അമൃത TV, ഗാന്ധിനഗർ, വഴുതയ്ക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: ജീവിതം@amൃതtv.com.